ഇപ്പോൾ പ്യുവർ സെമി കണ്ടക്ടറിനെ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി കൊണ്ട് ഡോപ്പ് ചെയ്തപ്പോൾ ഹോൾ ക്രിയേറ്റ് ചെയ്ത കാര്യം പറഞ്ഞു. ഒരു സിംഗിൾ ഹോൾ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ ഗാലിയം കൊണ്ട് ഡോപ്പ് ചെയ്യുമ്പോൾ, അതായത് ജർമേനിയത്തെ ഗാലിയം പോലുള്ള ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് കൊണ്ട് ഡോപ്പ് ചെയ്യുമ്പോൾ ഇതേപോലുള്ള ലാർജ് നമ്പർ ഓഫ് ഹോൾസ് ഫോം ചെയ്യും. അപ്പോൾ പ്യുവർ സെമി കണ്ടക്ടർ ആയിട്ടുള്ള ജർമേനിയത്തിനെ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആയ ഗാലിയം കൊണ്ട് ഡോപ്പ് ചെയ്യുമ്പോൾ ലാർജ് നമ്പർ ഓഫ് ഹോൾസ് ആർ ക്രിയേറ്റഡ് ഡ്യൂ ടു ദിസ് ഡോപ്പിംഗ്. ഈ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആയ ഈ ഗാലിയം കൊണ്ടുള്ള ഡോപ്പിംഗ് മൂലം സെമി കണ്ടക്ടറിനകത്ത് ഒരുപാട് ഹോൾസ് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ ഞാനിപ്പോൾ ഒരു ഹോളിന്റെ കേസ് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതേപോലെ ലാർജ് നമ്പർ ഓഫ് ഹോൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. പക്ഷെ ഇവിടെ ലാർജ് നമ്പർ ഓഫ് ഹോൾസ് മാത്രമല്ല ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, തെർമൽ അജിറ്റേഷൻ മൂലം സ്മോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ ലാർജ് നമ്പർ ഓഫ് ഹോൾസ് മാത്രമല്ല ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, തെർമൽ അജിറ്റേഷൻ മൂലം സ്മോൾ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസും ഇവിടെ ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ലാർജ് നമ്പർ ഓഫ് ഹോൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഈ ഗാലിയം പോലുള്ള ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി കൊണ്ട് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ ഡോപ്പ് ചെയ്യുന്നത് മൂലം ലാർജ് നമ്പർ ഓഫ് ഹോൾസ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ സ്മോൾ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോണും ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം തെർമൽ അജിറ്റേഷൻ മൂലമാണ്. പക്ഷേ number of holes are much larger than this free electrons. ഇവിടെ ഫോം ചെയ്യപ്പെടുന്ന ഹോളിന്റെ എണ്ണം ഫ്രീ ഇലക്ട്രോണിന്റെ എണ്ണത്തേക്കാൾ വളരെ കൂടുതലായിരിക്കും. Number of holes created is larger than number of free electrons formed. Okay, ഇവിടെ രൂപപ്പെട്ട ഹോൾസിന്റെ എണ്ണം ഇലക്ട്രോണിന്റെ എണ്ണത്തെക്കാൾ വളരെ കൂടുതലായിരിക്കും. ഇവിടെ രൂപപ്പെട്ട ഹോൾസിന്റെ എണ്ണം ഫോം ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിന്റെ എണ്ണത്തെക്കാൾ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം ഹോൾസ് ആർ മെജോറിറ്റി കാരിയേഴ്സ് ഇൻ പി ടൈപ്പ് സെമി കണ്ടക്ടർ ആൻഡ് ഇലക്ട്രോൺസ് ആർ മൈനോറിറ്റി കാരിയേഴ്സ്. അപ്പോൾ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഹോളിന്റെ എണ്ണം ഇലക്ട്രോണിന്റെ എണ്ണത്തെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഹോൾ എന്ന് പറയുന്നതാണ് മെജോറിറ്റി കാരിയർ, ഇലക്ട്രോൺ എന്ന് പറയുന്നതാണ് മൈനോറിറ്റി കാരിയർ. അപ്പോൾ നമുക്ക് പറയാം in a p-type semiconductor holes are majority carriers and electrons are minority carriers. അപ്പോൾ ഒരു p-type semiconductorൽ ഹോൾസ് ആണ് മെജോറിറ്റി കാരിയർ, അതുപോലെ തന്നെ ഫ്രീ ഇലക്ട്രോൺ ആണ് മൈനോറിറ്റി കാരിയർ. n-type semiconductorൽ നേരെ തിരിച്ചായിരുന്നു, ഫ്രീ ഇലക്ട്രോൺസ് ആർ മെജോറിറ്റി കാരിയർ ആൻഡ് ഹോൾസ് ആർ മൈനോറിറ്റി കാരിയേഴ്സ്. ഇവിടെ നേരെ തിരിച്ചാണ്. പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഹോൾസ് ആർ മെജോറിറ്റി കാരിയേഴ്സ് ആൻഡ് ഫ്രീ ഇലക്ട്രോൺസ് ആർ മൈനോറിറ്റി കാരിയേഴ്സ്. അപ്പോൾ ഈ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഹോളിന്റെ എണ്ണം ഇലക്ട്രോണിന്റെ എണ്ണത്തെക്കാൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഹോൾസ് ആണ് മെജോറിറ്റി കാരിയർ, അതേപോലെ തന്നെ ഫ്രീ ഇലക്ട്രോൺ ആണ് മൈനോറിറ്റി കാരിയർ. പിന്നെ പി ടൈപ്പ് സെമി കണ്ടക്ടർ ഹോൾസ് ആർ മെജോറിറ്റി കാരിയർ and electrons are minority carriers. ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഈ n-type semiconductor contains excess electrons and p-type semiconductor contains excess number of holes. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച് അതായത് ഈ n-type semiconductorനകത്ത് excess electron ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്നത് p-type semiconductorനകത്ത് excess holes ഉണ്ടെന്നാണ്. അതിനർത്ഥം ഈ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന് നെറ്റ് നെഗറ്റീവ് ചാർജും പി ടൈപ്പ് സെമി കണ്ടക്ടറിന് നെറ്റ് പോസിറ്റീവ് ചാർജുമാണോ? കാരണം ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് കാരിയേഴ്സ് ആണ്, ഹോൾസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് കാരിയേഴ്സ് ആണ്. അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് കൂടുതൽ എണ്ണം ഏതാണ്? ഇലക്ട്രോൺസ് ആണ്. എൻ ടൈപ്പിനകത്ത് എക്സസ് ഇലക്ട്രോണും പി ടൈപ്പിനകത്ത് എക്സസ് ഹോൾസും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനർത്ഥം എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന് എക്സസ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട്, കൂടുതൽ ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് നെറ്റ് നെഗറ്റീവ് ചാർജും, പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ എക്സസ് ഹോൾസ് ഉള്ളതുകൊണ്ട്, കൂടുതൽ ഹോൾസ് ഉള്ളതുകൊണ്ട് പോസിറ്റീവ് ചാർജുമാണോ ഉള്ളത്? അല്ല. കാരണം ഇവിടെ എക്സസ്
ഇലക്ട്രോൺസ് ആണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം യഥാർത്ഥത്തിൽ വാലൻസ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യാനുള്ളതിനേക്കാൾ എക്സസ് ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് അർത്ഥം. അതായത് വാലൻസ് ബാൻഡ് ഫില്ല് ചെയ്യാനുള്ളതിൽ കൂടുതൽ ഇലക്ട്രോൺ ഉണ്ടെന്നാണ് അതിനർത്ഥം. അല്ലാതെ പ്രോട്ടോൺസിനേക്കാൾ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടെന്നല്ല അർത്ഥം. എക്സസ് ഇലക്ട്രോൺ ഒരിക്കലും ഉദ്ദേശിക്കുന്നത് പ്രോട്ടോൺസിനേക്കാൾ കൂടുതൽ ഇലക്ട്രോൺ ഉണ്ടെന്നല്ല അർത്ഥം. ഓക്കെ, അപ്പോൾ വാലൻസ് ബാൻഡ് ഫില്ല് ചെയ്യാനുള്ളതിനേക്കാൾ കൂടുതൽ ഇലക്ട്രോൺ ഉണ്ടെന്ന് മാത്രമേ ഈ എക്സസ് ഇലക്ട്രോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ പ്രോട്ടോൺസിനേക്കാൾ കൂടുതൽ ഇലക്ട്രോൺ ഉണ്ടെന്ന് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് പറയാം എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പി ടൈപ്പ് സെമി കണ്ടക്ടറും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഓക്കെ, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടർ ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഇത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമല്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നെങ്കിൽ ഇത് പഠിക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഓർത്തിരുന്നാൽ മതി. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് മെജോറിറ്റി കാരിയർ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്, മൈനോറിറ്റി കാരിയർ എന്ന് പറയുന്നത് ഹോൾസ് ആണ്. ഇൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ majority carriers are electron and minority carrier is holes. In p-type semiconductor, majority carriers are holes and minority carriers are electrons. മറക്കരുത്, n-type നാത്ത് majority carrier ഇലക്ട്രോണും p-type നാത്ത് majority carrier ഹോൾസുമാണ്. ഓക്കെ.